കണ്ണൂർ മുതിയങ്ങ വയലിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ AK ശ്രീധരന്റെ സംസ്കാരം ഇന്ന് നടക്കും. വനംവകുപ്പ് പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു 5 ലക്ഷം രൂപ ഇന്ന് ശ്രീധരന്റെ കുടുംബത്തിന് കൈമാറും. സംഭവത്തിൽ ഉത്തരമേഖല CCF അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വനമന്ത്രി കൊടുക്കുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് അരുൺ, പറയൂ. ഗുഡ് മോർണിംഗ്. പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ വൈകിട്ടോടെയാണ് ശ്രീധരൻ്റെ മൃതദേഹം പാട്യം പള്ളിയാലിലെ വീട്ടിലേക്ക് എത്തിച്ചത്. ഇന്ന് രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ വച്ചായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ തന്നെ വനം വകുപ്പ് ശ്രീധരൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അതിൻ്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കണ്ണൂർ DFO നേരിട്ടെത്തി കുടുംബത്തിന് കൈമാറും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അവശേഷിക്കുന്ന ബാക്കി 5 ലക്ഷം രൂപ പിന്നീടായിരിക്കും കൈമാറുക. എന്തായാലും ഇതിൽ വനം വകുപ്പിൻ്റെ അന്വേഷണം കൂടി ഇതിൽ നടക്കുന്നുണ്ട്. ഉത്തരമേഖല CCFും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ കളക്ടറും ഇന്ന് വനം മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് നൽകും എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ അതൊരു വനമേഖലയല്ല, ജനവാസ മേഖലയാണ് ഈ സംഭവം നടന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ DFO വ്യക്തമാക്കിയിരുന്നു. ഇതിനു മുമ്പും കാട്ടുപന്നിയുടെ ശല്യവും ആക്രമണവും ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ പഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കർഷകരും പറയുന്നുണ്ട്. അപ്പോൾ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടോ ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ, അങ്ങനെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് വനം മന്ത്രിയും ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. SK